ഇംഗ്ലീഷിൽ ഒത്തിരി സെന്റൻസ് പാറ്റേൺസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമണും ഏറ്റവും യൂസ്ഫുള്ളുമായ ഒത്തിരി കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന 3-4 സെന്റൻസ് പാറ്റേൺസ്. അതാണ് ഇന്നത്തെ ലെസണിലുള്ളത്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. തോന്നലുകളെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന 3 വേർബ്സ് ആണ് സീം, ലുക്ക്, സൗണ്ട്. ഇവിടെ നമുക്കിത് സീം ഉപയോഗിച്ച് പറയാം. ഷീ ഡസൻറ്റ് സീം ടു ലൈക്ക് യു. ഷീ ഡസൻറ്റ് സീം ടു ലൈക്ക് യു. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഡസൻറ്റ് ലൈക്ക് യു. ഷീ ഡസൻറ്റ് സീം ടു ലൈക്ക് യു എന്ന് പറയുന്നതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഡസൻറ്റ് ലൈക്ക് യു. ഇവിടെ ആക്ച്വലി രണ്ടാമത്തെ സെന്റൻസ് അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിൽ മെയിൻ ക്ലോസും ഉണ്ട്, പിന്നെ ഒരു ദാറ്റ് ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അതും ഉണ്ട്. ഫസ്റ്റ് സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അതിനകത്ത് ഒറ്റ ക്ലോസേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ സെന്റൻസിലെ ആ സബോർഡിനേറ്റ് ക്ലോസിനെ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഒരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. ഷീ ഡസൻറ്റ് സീം ടു ലൈക്ക് യു അല്ലെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഡസൻറ്റ് ലൈക്ക് യു. അവൾ വീട്ടിലില്ലെന്ന് തോന്നുന്നു. ഇത് നമുക്ക് അതേപോലെ തന്നെ പറയാം. ഷീ ഡസൻറ്റ് സീം ടു ബി അറ്റ് ഹോം. അവൾ വീട്ടിലില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ഷീ ഈസ് അറ്റ് ഹോം എന്നല്ല നമ്മൾ പറയുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. അവർക്ക് പരസ്പരം അറിയില്ലെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഡോണ്ട് നോ ഈച്ച് അതർ. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഡോണ്ട് നോ ഈച്ച് അതർ അല്ലെങ്കിൽ ദേ ഡോണ്ട് സീം ടു നോ ഈച്ച് അതർ. അവർക്ക് പരസ്പരം അറിയില്ലെന്ന് തോന്നുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ഡോണ്ട് നോ ഈച്ച് അതർ. ഇറ്റ് ലുക്സിന് ശേഷം ലൈക്ക് ആണ് വരുന്നത്, പിന്നെ ക്ലോസ് തന്നെ. ഇറ്റ് സീംസിന് ശേഷം വരുന്നത് ഒരു ദാറ്റ് ക്ലോസ് ആണ്. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഡോണ്ട് നോ ഈച്ച് അതർ. സീമിന് ശേഷം ലൈക്ക് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ലുക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ക്ലോസ് അല്ല, ലൈക്ക് ആണ്. സീമിന് ശേഷവും ലുക്കിന് ശേഷവും സൗണ്ടിന് ശേഷവും നമുക്ക് അഡ്ജക്റ്റീവ്സ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. സീമിന് ശേഷം ചിലപ്പോൾ നമ്മളൊരു ടു ബി കൂടി ഉപയോഗിക്കാറുണ്ട്. അത് പൊതുവെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചില സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യും. ലുക്കിനും സൗണ്ടിനും ശേഷം നമുക്ക് അഡ്ജക്റ്റീവ് ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. ഒരു ക്ലോസ് വരുന്ന സമയത്ത്, ലുക്കിന് ശേഷം ഒരു ക്ലോസ് വരുന്ന സമയത്ത് അതിന് മുന്നിലായിട്ട് ലൈക്ക് ഉണ്ടായിരിക്കും. സീമിന് ശേഷം ഒരു ക്ലോസ് വരുന്ന സമയത്ത് അതിന് മുന്നിലായിട്ട് ദാറ്റ് ഉണ്ടായിരിക്കും. സീമിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ദാറ്റ് ക്ലോസ് ആണ്. ലുക്കിന് ശേഷം നമുക്ക് ആസ് ഇഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷമാണ് ക്ലോസ് വരാം. സൗണ്ടിന് ശേഷവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ് ഈ 3 വേർബ്സിൻ്റെയും കറക്റ്റ് യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. അവൾക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നിയില്ല. അവളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ തോന്നിയില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്കതിങ്ങനെ പറയാം. ഷീ ഡിഡ്ന്റ് സൗണ്ട് പർട്ടിക്കുലർലി ഇൻട്രസ്റ്റഡ്. ഇവിടെ ഈ പർട്ടിക്കുലർലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ വലിയ താല്പര്യം തോന്നിയില്ല എന്നൊരു അർത്ഥത്തിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ സൗണ്ടിന് ശേഷം ഇൻട്രസ്റ്റഡ് എന്ന അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത്. പിന്നെ അഡ്ജക്റ്റീവിന് മുന്നിൽ പർട്ടിക്കുലർലി എന്നൊരു അഡ്വർബ് കൂടി വന്നു. അതൊക്കെ. ഇനി നമുക്കിവിടെ ഒരു ക്ലോസ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ നമ്മളത് ഇങ്ങനെ പറയാം. ഷീ ഡിഡ്ന്റ് സൗണ്ട് ലൈക്ക് ഷീ വാസ് ഇൻട്രസ്റ്റഡ്. ഷീ ഡിഡ്ന്റ് സൗണ്ട് ലൈക്ക് ഷീ വാസ് ഇൻട്രസ്റ്റഡ്. അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ അല്ലെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, പിന്നെ അതിനെക്കുറിച്ചുള്ള നമ്മുടെ തോന്നലുകളെ കുറിച്ച് പറയാനാണ് സൗണ്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് നമ്മൾ ഊഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്ന വെർബാണ് സൗണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വെർബാണ് ലുക്ക്. ഇനി ഇന്നത്തെ ക്ലാസ്. പല വെർബ്സിന് ശേഷവും നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യും. ചിലപ്പോൾ ഈ ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ മറ്റൊരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരും. ചില വെർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ING ഫോംസ് ആയിരിക്കും. ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. എനിക്ക് പോകണം. വളരെ സിമ്പിളായ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പറയാം. ഐ വാണ്ട് ടു ഗോ. എനിക്ക് പോകണം. വാണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ വാണ്ട് ടു ഗോ. ഇവിടെ നമുക്ക് ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ വാണ്ട് ഗോയിങ് എന്ന് പറയാൻ സാധിക്കില്ല. ഐ വാണ്ട് ടു ഗോ. നീഡ് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതും ടു ഇൻഫിനിറ്റീവ് തന്നെയാണ്. ഐ നീഡ് ടു ഗോ. നീ പോകണം. ഇതെങ്ങനെയാണ് പറയുന്നത്? യു ഷുഡ് ഗോ എന്ന് നമുക്ക് പറയാം. യു മസ്റ്റ് ഗോ എന്ന് പറയാം. യു മസ്റ്റ് ഗോ എന്ന് പറയുമ്പോൾ നീ പോയേ തീരൂ എന്നൊരർത്ഥം വരും. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഐ വാണ്ട് യു ടു ഗോ. നീ പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഐ വാണ്ട് യു ടു ഗോ. ഐ വാണ്ട് ടു ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകണം എന്നാണ് ആഗ്രഹം. ആ ടു ഗോയ്ക്ക് മുന്നിൽ യു എന്നൊരു പ്രൊനൗൺ വരുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ആകെ മാറിപ്പോയി. ഇനിയിപ്പോൾ പോകുന്നത് ഞാനല്ല, നീ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് യു ടു ഗോ. ഇൻഫിനിറ്റീവ്സിന് മുന്നിൽ നമുക്കൊരു നൗണോ ഒരു പ്രൊനൗണോ ഉപയോഗിക്കാം.
ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആ ഇൻഫിനിറ്റീവിന്റെ സബ്ജക്റ്റ് ആണ്. ഇവിടെ യു എന്ന ആ പ്രൊനൗൺ വാണ്ട് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അത് ടു ഗോ എന്ന ഇൻഫിനിറ്റീവിന്റെ സബ്ജക്റ്റുമാണ്. ഇൻഫിനിറ്റീവിന് മുന്നിൽ അല്ലെങ്കിൽ ING ഫോമിന് മുന്നിൽ ഇങ്ങനെ ഒരു നൗണോ ഒരു പ്രൊനൗണോ വന്നു കഴിയുമ്പോൾ ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആ ഇൻഫിനിറ്റീവിന്റെ അല്ലെങ്കിൽ ING ഫോമിന്റെ സബ്ജക്റ്റ് ആയിരിക്കും. ചില വേർബ്സിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യും. ചില വേർബ്സിന് ശേഷം ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു ഒബ്ജക്റ്റ് കൂടി കാണും. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ആയിരിക്കാം. കോൺട്രാക്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്, വി എക്സ്പെക്റ്റഡ്. നമുക്കിത് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. എക്സ്പെക്റ്റിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസും യൂസ് ചെയ്യാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. കോൺട്രാക്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വി എക്സ്പെക്റ്റഡ് ദാറ്റ് വി വുഡ് വിൻ ദ കോൺട്രാക്ട് എന്ന് പറയാം. വി വിൽ പിന്നല്ല, വി വുഡ് വിൻ. എക്സ്പെക്റ്റഡ് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്, അതുകൊണ്ട് തന്നെ പിന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് വിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല, വുഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് തന്നെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ കിട്ടുക, വി എക്സ്പെക്റ്റഡ് ടു വിൻ ദ കോൺട്രാക്ട്. വി എക്സ്പെക്റ്റഡ് ടു വിൻ ദ കോൺട്രാക്ട്. കോൺട്രാക്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ കരുതിയത്. വി എക്സ്പെക്റ്റഡ് ദാറ്റ് വി വുഡ് വിൻ ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. എക്സ്പെക്റ്റിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. കോൺട്രാക്ട് അവർക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചത് ഞങ്ങളാണ്, പക്ഷെ കിട്ടുന്നത് ഞങ്ങൾക്കല്ല, അവർക്കാണ്. ഇങ്ങനെ വരുമ്പോൾ ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ അവരെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊനൗൺ നമ്മൾ ഉപയോഗിക്കും. വി എക്സ്പെക്റ്റഡ് ദം ടു വിൻ ദ കോൺട്രാക്ട്. വി എക്സ്പെക്റ്റഡ് ടു വിൻ ദ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എന്നാണ് അർത്ഥം. വി എക്സ്പെക്റ്റഡ് ദം ടു വിൻ ദ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എന്നാണ് അർത്ഥം. ഇതും നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. വി എക്സ്പെക്റ്റഡ് ദാറ്റ് ദേ വുഡ് വിൻ ദ കോൺട്രാക്ട്. ഇൻഫിനിറ്റീവിന് മുന്നിൽ നമുക്ക് ഇങ്ങനെ നൗണോ പ്രൊനൗണോ ഉപയോഗിക്കാം. പിന്നെ ആ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ING ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ അത് ഈ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ പെർഫോം ചെയ്യുന്നതായിരിക്കും. ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് അതുമായി ഇതിനൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. വി എക്സ്പെക്റ്റഡ് ദം ടു വിൻ ദ കോൺട്രാക്ട്. അവർക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. സമയത്ത് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വി എക്സ്പെക്ട് ടു അറൈവ് ഓൺ ടൈം അല്ലെങ്കിൽ വി എക്സ്പെക്ട് ടു റീച്ച് ഓൺ ടൈം. സമയത്ത് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതും ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. വി എക്സ്പെക്ട് ദാറ്റ് വി വിൽ അറൈവ് ഓൺ ടൈം. ഇവിടെ നമ്മൾ വിൽ അറൈവ് എന്നാണ് പറയുന്നത്, കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസ് എക്സ്പെക്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാവുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ആവശ്യമുള്ള ടെൻസ് ഉപയോഗിക്കാം മീനിങ്ങിനനുസരിച്ച്. പക്ഷെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ച വെർബ് എക്സ്പെക്റ്റഡ് ആണെങ്കിൽ, അത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്ന വെർബ് വുഡ് അറൈവ് അല്ലെങ്കിൽ വുഡ് റീച്ച് ആയിരിക്കും. മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, എക്സ്പെക്റ്റ് ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ വിൽ അറൈവ് അല്ലെങ്കിൽ വിൽ റീച്ച് എന്ന വെർബ് വേണം ഉപയോഗിക്കാൻ. ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചോ നമുക്ക് ഈ കാര്യം പറയാം. വി എക്സ്പെക്ട് ടു അറൈവ് ഓൺ ടൈം. അവർ സമയത്ത് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സമയത്ത് എത്തുമെന്നല്ല പ്രതീക്ഷിക്കുന്നത്, അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതപ്പോൾ നമ്മൾ എങ്ങനെ പറയും? വി എക്സ്പെക്ട് ദം ടു അറൈവ് ഓൺ ടൈം. അവർ സമയത്ത് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിനക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടോ? ഇപ്പോൾ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കിത് രണ്ട് രീതിയിൽ ചോദിക്കാം. വളരെ പൊളൈറ്റായി ചോദിക്കണമെങ്കിൽ നമുക്ക് വുഡ് യു ലൈക്ക് ഉപയോഗിക്കാം. വുഡ് യു ലൈക്ക് ടു ഗോ നൗ? നിനക്ക് ഇപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ നൗ? ഇനി ഇത്ര ഫോർമലായി ഇത്ര പൊളൈറ്റായി ചോദിക്കേണ്ട എങ്കിൽ നമുക്ക് വാണ്ട് ഉപയോഗിക്കും. നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വുഡ് യു ലൈക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഏത് വെർബ് യൂസ് ചെയ്യാം? വാണ്ട് എന്ന വെർബ് ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡു യു വാണ്ട് ടു ഗോ നൗ? നിനക്ക് ഇപ്പോൾ പോകണോ? ഡു യു വാണ്ട് ടു ഗോ നൗ? വുഡ് യു ലൈക്ക് ടു ഗോ നൗ കുറച്ചുകൂടി പൊളൈറ്റ് ആണ്, കുറച്ചുകൂടി ഫോർമൽ ആണ്. ഡു യു വാണ്ട് ടു ഗോ നൗ എന്നത് അത്ര തന്നെ പൊളൈറ്റ് അല്ല, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് ധാരാളമാണ്. ഡു യു വാണ്ട് ടു ഗോ നൗ? നിനക്ക് ഇപ്പോൾ പോകണോ? ഞാൻ ഇപ്പോൾ പോകണമെന്നുണ്ടോ നിനക്ക്? നിനക്ക് പോകണോ എന്നല്ല, ഞാൻ ഇപ്പോൾ പോകണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? നേരത്തെ ഉപയോഗിച്ച അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഡു യു വാണ്ട് ടു ഗോ നൗ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇപ്പോൾ പോകണോ? ഞാൻ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു വാണ്ട് മീ ടു ഗോ നൗ? ഞാൻ ഇപ്പോൾ പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് മീ ടു ഗോ നൗ? ഡു യു വാണ്ട് മീ ടു ഗോ നൗ എന്നും ചോദിക്കാം, വുഡ് യു ലൈക്ക് മീ ടു ഗോ നൗ എന്നും ചോദിക്കാം. എനിക്ക് അറിയണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നോ. ഐ ഡോണ്ട് വാണ്ട് ടു നോ. നീ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഐ ഡോണ്ട് വാണ്ട് യു ടു നോ.
ഐ ഡോണ്ട് വാണ്ട് യു ടു നോ. നീ അറിയണമെന്ന ആഗ്രഹം എനിക്കില്ല. നിനക്ക് എൻ്റെ കൂടെ വരണോ? ഡു യു വാണ്ട് ടു കം വിത്ത് മീ അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ. രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഡു യു വാണ്ട് ടു കം വിത്ത് മീ അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ. ഞാൻ നിന്റെ കൂടെ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു. ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ടു കം എന്ന ഇൻഫിനിറ്റീവിന് മുന്നിൽ നമ്മൾ മീ എന്നൊരു പ്രൊനൗൺ കൂടി ഉപയോഗിച്ചു. അവർ എന്നോട് പുറത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞു. ചില വേർബ്സിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു നൗണോ പ്രൊനൗണോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ചില വേർബ്സിന് ശേഷം ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സിൽ ഒന്നാണ് ടെൽ. ടെൽ എന്ന വെർബിന് ശേഷം ആരോട് പറഞ്ഞു എന്ന് എല്ലായ്പ്പോഴും പറയണം. അവർ എന്നോട് പുറത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞു. ദേ ടോൾഡ് മീ ടു വെയിറ്റ് ഔട്ട്സൈഡ്. ദേ ടോൾഡ് മീ ടു വെയിറ്റ് ഔട്ട്സൈഡ്. അവർ എന്നോട് പുറത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞു. ദേ ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ടെൽ എന്ന വെർബിന് ശേഷം എല്ലായ്പ്പോഴും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആരോട് പറഞ്ഞു എന്ന് പറയണം. അതിനുശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. പക്ഷെ ആ ഒബ്ജക്റ്റ് അവിടെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ദേ ടോൾഡ് മീ ടു വെയിറ്റ് ഔട്ട്സൈഡ്. ഇതിൻ്റെ പാസീവ് വോയിസിൽ പക്ഷേ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ഐ വാസ് ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ്. ഐ വാസ് ടോൾഡ്. ദേ ടോൾഡ് മീ. ദേ ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ് എന്ന് പറയരുത്. അവിടെ ഒബ്ജക്റ്റ് വേണം. ആരോടാണ് പറഞ്ഞത് എന്ന് കൂടി പറയണം. പാസീവ് വോയിസിൽ ആ ഒരു നിർബന്ധമില്ല. ഐ വാസ് ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ്. നാളെ അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം. നമുക്കിത് പല രീതിയിൽ പറയാം. ഓർമ്മിപ്പിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് റിമൈൻഡ് ആണ്. എന്നെ ഓർമ്മിപ്പിക്കണം. ടെൽ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റിമൈൻഡ് എന്ന വെർബിനും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വേണം. പിന്നെ അതിന് ശേഷമേ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിത് ഷുഡ് ഉപയോഗിച്ച് പറയാം, മസ്റ്റ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്കിതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആയും പറയാം. യു ഷുഡ് റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. യു മസ്റ്റ് റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. അല്ലെങ്കിൽ സിമ്പിളായി നമുക്കിത് ഇങ്ങനെയും പറയാം. പ്ലീസ് റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ് റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. നാളെ അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യില്ല. അത് വെർബ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഇവിടെ ആ വെർബിന് മുന്നിൽ നമ്മൾ പ്ലീസ് എന്നൊരു എക്സ്പ്രഷൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സെൻറ്റൻസ് കുറച്ചുകൂടി പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. യു റിമൈൻഡ് മീ എന്ന് പറയരുത്. ഇമ്പറേറ്റീവ്സിൻ്റെ സബ്ജക്റ്റ് നമ്മൾ പറയില്ല. യു പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് റിമൈൻഡ് മീ ടു കോൾ ഹിം ടുമോറോ. നാളെ അവനെ വിളിക്കാൻ നീ എന്നെ ഓർമ്മിപ്പിക്കണം. യു ഷുഡ് റിമൈൻഡ് മീ അല്ലെങ്കിൽ റിമൈൻഡ് മീ. ആരാണ് നിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചത്? ടീച്ച് എന്ന വെർബിനും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടാവണം. ഹൂ ടോട്ട് യു ടു ഡ്രൈവ്. ആരാണ് നിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചത്? പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരെ പഠിപ്പിച്ചു എന്ന് കൂടി നമ്മൾ പറയണം. ഹൂ ടോട്ട് യു ടു ഡ്രൈവ്. ആരാണ് നിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആ വയർ തൊടരുതെന്ന് അവൻ എന്നെ വാൺ ചെയ്തു. ഹി വാൺ മീ നോട്ട് ടു ടച്ച് ദാറ്റ് വയർ. ഇൻഫിനിറ്റീവ്സിൻ്റെ നെഗറ്റീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ നോട്ട് ഉപയോഗിച്ചാണ്. ഹി വാണ്ട് മീ ടു നോട്ട് ടച്ച് അല്ല, നോട്ട് ടു ടച്ച് ദാറ്റ് വയർ. ആ വയർ ഞാൻ തുടരുതെന്ന് അവൻ എന്നെ താക്കീത് നൽകി. അവൻ എനിക്ക് താക്കീത് നൽകി. ഹി വാണ്ട് മീ നോട്ട് ടു ടച്ച് ദാറ്റ് വയർ. ഇതിൻ്റെ പാസീവ് വോയിസ് ഇങ്ങനെയാണ് വരിക. ഹി വാണ്ട് മീ എന്നതിന് പകരം നമ്മൾ ഐ വാസ് വാണ്ട് എന്ന് പറയും. ഐ വാസ് വാണ്ട് നോട്ട് ടു ടച്ച് ദാറ്റ് വയർ. നിനക്ക് തനിച്ചു പോകണോ അതോ ഞാൻ നിന്റെ കൂടെ വരണോ? നിനക്ക് തനിച്ചു പോകണോ? ഡു യു വാണ്ട് ടു ഗോ എലോൺ. തനിച്ച് എന്ന് പറയുമ്പോൾ എലോൺ. നിനക്ക് തനിച്ചു പോകണം. ഡു യു വാണ്ട് ടു ഗോ എലോൺ. അതോ ഓർ ഞാൻ നിന്റെ കൂടെ വരണം. ഷുഡ് ഐ കം വിത്ത് യു എന്ന് നമുക്ക് ചോദിക്കാം. ഡു യു വാണ്ട് ടു ഗോ എലോൺ ഓർ ഷുഡ് ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരണം. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓർ ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു. ഡു യു വാണ്ട് ടു ഗോ എലോൺ. നിനക്ക് തനിച്ചു പോകണോ? ഓർ ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു. ഓർ ഷുഡ് ഐ കം വിത്ത് യു എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് പിന്നെ നമ്മളിവിടെ ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു എന്ന് ചോദിക്കുന്നത്. ഞാൻ വാതിൽ തുറന്നിടണോ അതോ അത് ഞാൻ അടയ്ക്കണമെന്നാണോ നിനക്ക്? ഞാൻ വാതിൽ തുറക്കണോ എന്നല്ല ചോദ്യം, തുറന്നിടണോ എന്നാണ് ചോദ്യം. ഞാൻ വാതിൽ തുറക്കണോ എന്നാണെങ്കിൽ ഷുഡ് ഐ ഓപ്പൺ ദ ഡോർ. തുറന്നിടണോ എന്നാവുമ്പോൾ ഷുഡ് ഐ ലീവ് ദ ഡോർ ഓപ്പൺ. ഷുഡ് ഐ ലീവ് ദ ഡോർ ഓപ്പൺ. വാതിൽ തുറന്നിടുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ലീവ് ദ ഡോർ ഓപ്പൺ ആണ്. വാതിൽ അടച്ചിടുക എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ കീപ് ദ ഡോർ ക്ലോസ്ഡ് ആണ്.
ഞാൻ വാതിൽ തുറന്നിടണോ? ഷുഡ് ഐ ലീവ് ദ ഡോർ ഓപ്പൺ? അതോ ഓർ ഞാനത് അടയ്ക്കണമെന്നാണോ നിനക്ക്? ഓർ ഡു യു വാണ്ട് മീ ടു ക്ലോസ് ഇറ്റ്? ഷുഡ് ഐ ലീവ് ദ ഡോർ ഓപ്പൺ? ഷുഡിന് പകരം നമുക്കിവിടെ ഷോൾ ഉപയോഗിക്കാം. ഷോൾ ഐ ലീവ് ദ ഡോർ ഓപ്പൺ? ഓർ ഡു യു വാണ്ട് മീ ടു ക്ലോസ് ഇറ്റ്? ഡു യു വാണ്ട് മീക്ക് പകരം നമുക്ക് വുഡ് യു ലൈക്ക് എന്നും ചോദിക്കാം. ഷുഡ് ഐ ലീവ് ദ ഡോർ ഓപ്പൺ? ഓർ വുഡ് യു ലൈക്ക് മീ ടു ക്ലോസ് ഇറ്റ്? ഞാനത് അടയ്ക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ഇപ്പോൾ പോവാൻ കഴിയുമോ? ക്യാൻ ഐ ഗോ നൗ? അതോ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ? ക്യാൻ ഐ ഗോ നൗ ഓർ ഡു യു വാണ്ട് മീ ടു വെയിറ്റ്? ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ നിന്റെ ആഗ്രഹം? ക്യാൻ ഐ ഗോ നൗ ഓർ ഡു യു വാണ്ട് മീ ടു വെയിറ്റ്? ഇവിടെ നമുക്ക് ഡു യു വാണ്ട് മീ ടു വെയിറ്റ് എന്നതിന് പകരം ഷുഡ് ഐ വെയിറ്റ് എന്നും ചോദിക്കാം. ക്യാൻ ഐ ഗോ നൗ ഓർ ഷുഡ് ഐ വെയിറ്റ്? ഞാൻ കാത്തു നിൽക്കണോ? ചില വെർബ്സിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. അത്തരത്തിലൊരു വെർബാണ് ലെറ്റ്. അതുപോലെ തന്നെ മേക്ക്. ഇത് രണ്ടിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. രാത്രി എന്നെ തനിച്ചു പോവാൻ എൻ്റെ പേരൻസ് അനുവദിക്കാറില്ല. ഒരു ഹാബിറ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ്റെ പാരൻസ് എന്നെ അനുവദിക്കാറില്ല. മൈ പാരൻസ് ഡു നോട്ട് ലെറ്റ് മീ പുറത്തു പോവാൻ ഗോ ഔട്ട് എലോൺ അറ്റ് നൈറ്റ്. മൈ പാരൻസ് ഡു നോട്ട് ലെറ്റ് മീ ഗോ ഔട്ട് എലോൺ അറ്റ് നൈറ്റ്. അറ്റ് നൈറ്റ് ഇവിടെ എഴുതാൻ വിട്ടുപോയി. ഇവിടെ ലെറ്റ് മീക്ക് ശേഷം ടു ഗോ എന്ന് പറയരുത്. ലെറ്റിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് എല്ലായ്പ്പോഴും യൂസ് ചെയ്യുക. മൈ പാരൻസ് ഡോണ്ട് ലെറ്റ് മീ ഗോ ഔട്ട് എലോൺ അറ്റ് നൈറ്റ്. ഇവിടെ ലെറ്റിന് പകരം നമ്മൾ ഉപയോഗിച്ച വെർബ് അലോ ആയിരുന്നു അല്ലെങ്കിൽ പെർമിറ്റ് ആയിരുന്നു എങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഗോ എന്നാണ്. മൈ പാരൻസ് ഡോണ്ട് അലോ മീ ടു ഗോ ഔട്ട് എലോൺ അറ്റ് നൈറ്റ്. അലോയ്ക്ക് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ്, ലെറ്റിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. എനിക്ക് കണ്ണട ധരിക്കാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു വെയർ ഗ്ലാസസ്. കണ്ണട ധരിച്ചാൽ എനിക്ക് പ്രായം കൂടുതൽ തോന്നുന്നു. നമുക്ക് പല രീതിയിൽ പറയാം. കണ്ണട ധരിച്ചാൽ എനിക്ക് പ്രായം കൂടുന്നു എന്ന രീതിയിൽ നമുക്കിങ്ങനെ പറയാം. ഇഫ് ഐ വെയർ ഗ്ലാസസ് ഐ ലുക്ക് ഓൾഡർ. ഇഫ് ഐ വെയർ ഗ്ലാസസ് ഐ ലുക്ക് ഓൾഡ് എന്നും പറയാം, അല്ലെങ്കിൽ ഓൾഡർ എന്നും പറയാം. ഓൾഡർ എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രായം തോന്നുന്നു. ഇഫ് ഐ വെയർ ഗ്ലാസസ് ഐ ലുക്ക് ഓൾഡർ. മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. ഗ്ലാസസ് മേക്ക് മീ ലുക്ക് ഓൾഡർ. ഗ്ലാസസിന് പകരം നമുക്ക് ദേ എന്ന പ്രൊനൗൺ ഉപയോഗിക്കാം. ദേ മേക്ക് മീ ലുക്ക് ഓൾഡ്. എൻ്റെ പ്രായം കൂടുതലുള്ളതുപോലെ അവ ആക്കുന്നു. കണ്ണട എൻ്റെ പ്രായം കൂടുതലുള്ളതുപോലെ ആക്കുന്നു. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം സ്പീക്ക്. ലെറ്റ് ഹിം ടു സ്പീക്ക് എന്ന് പറയരുത്. ലെറ്റ് ഹിം സ്പീക്ക്. ലെറ്റിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അലോ ആണെങ്കിൽ അലോ ഹിം ടു സ്പീക്ക് എന്നാണ് പറയുക. ഇതെല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. ഇതിൻ്റെ ഒന്നും സബ്ജക്റ്റ് നമ്മൾ പറയുന്നില്ല. ഹിം ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ലെറ്റ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഹിം. ഇവിടുത്തെ ആക്ച്വൽ സബ്ജക്റ്റ് യു ആണ്. അത് പക്ഷെ നമ്മൾ പറയുന്നില്ല. യു ലെറ്റ് ഹിം സ്പീക്ക് എന്ന് പറയില്ല. ലെറ്റ് ഹിം സ്പീക്ക് അല്ലെങ്കിൽ യു ഷുഡ് ലെറ്റ് ഹിം സ്പീക്ക്. നീ അവനെ സംസാരിക്കാൻ അനുവദിക്കണം. യു ഷുഡ് ലെറ്റ് ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ് ഹിം എന്ന് പറയാം. അലോ ഹിം ടു സ്പീക്ക്. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. പെർമിറ്റ് ഹിം ടു സ്പീക്ക്. പെർമിറ്റ് കുറച്ചുകൂടി ഫോർമൽ ആണ്. ഇതിൽ ഏറ്റവും ഇൻഫോർമൽ ലെറ്റ് ആണ്, ഏറ്റവും ഫോർമൽ പെർമിറ്റ് ആണ്. പെർമിറ്റിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. വീണ്ടും ശ്രമിക്കാൻ അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവര് ദേ എൻകറേജ്ഡ് അവനെ ഹിം. വീണ്ടും ശ്രമിക്കാൻ ടു ട്രൈ അഗെയിൻ. ദേ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. ഇവിടെ ഈ എൻകറേജ് എന്ന വെർബിന് ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആരെയാണ് എൻകറേജ് ചെയ്തത് എന്ന് നമ്മൾ പറയണം. ഈ പേഴ്സണൽ ഒബ്ജക്റ്റിന് ശേഷമേ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ദേ എൻകറേജ്ഡ് ടു ട്രൈ അഗെയിൻ എന്ന് പറയരുത്. ദേ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. പക്ഷെ ഇതിന്റെ പാസീവ് ഫോമിൽ നമുക്ക് ടു ഇൻഫിനിറ്റീവ് വെർബിന് ശേഷം ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഹി വാസ് എൻകറേജ്ഡ് ടു ട്രൈ അഗെയിൻ. വീണ്ടും ശ്രമിക്കാൻ അവൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഹി വാസ് എൻകറേജ്ഡ് ടു ട്രൈ അഗെയിൻ. ചില വെർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് പ്ലസ് ing ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരിക്കും. പൊതുവെ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വെർബ്സ് സീ, ഹിയർ, നോട്ടീസ്, വാച്ച്, ഫൈൻഡ്, ലുക്ക്, ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും അല്ലെങ്കിൽ ing ഫോമും യൂസ് ചെയ്യുന്നത്. അവൻ അവന്റെ കാറിൽ കയറി ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ഐ സോ. അവൻ അവന്റെ കാറിൽ കയറി ഓടിച്ചു പോകുന്നത്. I saw him get into his car and drive away. I saw him get into his car and drive away.
ഇവിടെ സോ എന്ന വെർബ് പാസ്റ്റ് ടെൻസിലല്ലേ, പിന്നെ ഗെറ്റിന് പകരം ഗോ ടു ഉപയോഗിക്കണ്ടേ എന്ന് ചിലർക്ക് തോന്നാം. അങ്ങനെയല്ല, ഇതൊരു വേറെ ക്ലോസ് അല്ല. ഇവിടെ സോ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടു ഇല്ലാത്ത ഒരു ഇൻഫിനിറ്റീവ് ആണ്. ഇത് ക്ലോസ് അല്ല. ക്ലോസ് ആണെങ്കിൽ ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഗെറ്റ് എന്ന വെർബിന് അതിൻ്റെതായ ഒരു സബ്ജക്റ്റും ഉണ്ടാവണമായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് ഇവിടെ ഇല്ല. നമുക്ക് ഐ സോ ഹിം എന്നതിലെ ഹിം സോ എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. സി എന്ന വെർബിന് ശേഷം നമുക്ക് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം, ing ഫോം യൂസ് ചെയ്യാം. മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ആക്ഷൻ മുഴുവൻ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നാണ്. ing ഫോം ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് മുഴുവൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. ഐ സോ ഹിം ഗെറ്റ് ഇൻ ടു ഹിസ് കാർ ആൻഡ് ഡ്രൈവ് എവേ. പിന്നെ ഉപയോഗിക്കുന്ന വെർബും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെയാണ്. ആൻഡ് ഡ്രോവ് എവേ എന്ന് പറയരുത്, ഡ്രൈവ് എവേ. ഇത് തന്നെ നമുക്ക് ing ഫോം ഉപയോഗിച്ചും പറയാം. ഐ സോ ഹിം ഗെറ്റിംഗ് ഇൻ ടു ഹിസ് കാർ ആൻഡ് ഡ്രൈവിംഗ് എവേ. അവൻ വാഹനം ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. സി എന്ന വെർബിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് ടു ഇല്ലാതെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ing ഫോം യൂസ് ചെയ്യാം. ഇവിടെ ഗോട്ട് എന്ന് പറയരുത്, ഗെറ്റ്. അത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്, സാധാരണ വെർബല്ല. അവൾ ബസ്സിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഗെറ്റ് ഓഫ് ആണ്. ബസ്സിൽ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഗെറ്റ് ഓൺ ആണ്. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ പറയാ ഗെറ്റ് ഔട്ട് ഓഫ് എന്നാണ്. കാറിലേക്ക് കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഗെറ്റ് ഇൻ ടു ആണ്. ഞാൻ കണ്ടു, ഐ സോ, അവളെ, ഐ സോ ഹർ ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഇവിടെ നമുക്ക് ഗെറ്റ് ഓഫ് ദ ബസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഓഫ് ദ ബസ് എന്ന് പറയാം. ഗെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാനത് മുഴുവൻ കാണുന്നുണ്ട്. ഗെറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ആ ആക്ടിവിറ്റി മുഴുവൻ കാണുന്നില്ല. അവൻ വീഴുന്നത് നീ കണ്ടോ? അവൻ വീഴുന്നത് ഞാൻ കണ്ടു എന്നെങ്ങനെ പറയാം? ഐ സോ ഹിം ഫോൾ. അവൻ വീഴുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഐ സോ ഹിം ഫോളിങ്. ing ഫോം ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. ഫോൾ ഇവിടെ ഒരു ഫൈനൈറ്റ് വെർബല്ല, സാധാരണ വെർബല്ല, അത് ഇൻഫിനിറ്റീവ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ടു ഉപയോഗിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഐ സോ ഹിം ഫെൽ എന്ന് പറയരുത്. സോ പാസ്റ്റ് ടെൻസ് അല്ലേ, അതുകൊണ്ട് പിന്നെ അതിന് ശേഷം പാസ്റ്റ് ടെൻസ് വേണ്ടേ എന്ന് കരുതരുത്. ഇത് ഒരു ക്ലോസ് അല്ല. ഐ സോ ഹിം ഫോൾ, അവൻ വീഴുന്നത് ഞാൻ കണ്ടു. ഇനി കണ്ടോ എന്നാണ് ചോദ്യം. ഡിഡ് യു സീ ഹിം ഫോൾ? ഡിഡ് യു സോ ഹിം എന്ന് ചോദിക്കരുത്. ഡിഡിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഫോം ആണ്. ഡിഡ് യു സീ ഹിം ഫോൾ, അല്ലെങ്കിൽ ഡിഡ് യു സീ ഹിം ഫോളിങ്. അവൻ വീഴുന്നത് നീ കണ്ടോ? ആക്സിഡന്റ് സംഭവിക്കുന്നത് നീ കണ്ടോ? ഡിഡ് യു സീ ദ ആക്സിഡന്റ് ഹാപ്പൻ? ഡിഡ് യു സീ ദ ആക്സിഡന്റ് ഹാപ്പൻ? ഹാപ്പൻഡ് അല്ല, ഹാപ്പൻ. ആക്സിഡന്റ് സംഭവിച്ചത് നീ കണ്ടോ? ഡിഡ് യു സീ ദ ആക്സിഡന്റ് ഹാപ്പൻ? ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. അവൾ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ സീൻ ഹർ. ഡാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാൻസിങ് എന്ന് പറയാം. ഐ ഹാവ് നെവർ സീൻ ഹർ ഡാൻസ്, അല്ലെങ്കിൽ ഡാൻസിങ്. ഐ ഹാവ് നെവർ സീൻ ഹർ ഡാൻസിങ്. അവൾ പാടുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്നാണെങ്കിലോ? ഐ ഹാവ് നെവർ ഹേർഡ് ഹർ സിംഗ്, അല്ലെങ്കിൽ സിംഗിങ്. ഐ ഹാവ് നെവർ ഹേർഡ് ഹർ സിംഗ്, അല്ലെങ്കിൽ സിംഗിങ്. അവൾ പാടുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ആരെങ്കിലും പുറത്തു പോകുന്നത് നീ കണ്ടോ? നിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ? ഡിഡ് യു നോട്ടീസ്, അല്ലെങ്കിൽ ഡിഡ് യു സീ ആരെങ്കിലും, എനിബഡി പുറത്തു പോകുന്നത്, ഗോ ഔട്ട്. ഡിഡ് യു സീ എനിബഡി ഗോ ഔട്ട്? ഗോയിങ് ഔട്ട് എന്നും നമുക്ക് പറയാം, വെന്റ് ഔട്ട് എന്ന് പറയരുത്. ഡിഡ് യു സീ എനിബഡി ഗോ ഔട്ട്? ആരെങ്കിലും പുറത്തു പോകുന്നത് നീ കണ്ടോ? ഒരു കുഞ്ഞ് കരയുന്നത് നിനക്ക് കേൾക്കാമോ? നിനക്ക് കേൾക്കാമോ? ക്യാൻ യു ഹിയർ എ ബേബി ക്രൈങ്? ക്യാൻ യു ഹിയർ എ ബേബി ക്രൈങ്? സി എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹിയർ എന്ന വെർബിന് ശേഷവും നമുക്കൊരു ഒബ്ജക്റ്റ് ഉപയോഗിക്കാം, പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവോ അല്ലെങ്കിൽ ing ഫോം. ക്യാൻ യു ഹിയർ എ ബേബി ക്രൈങ്? ആരോ എൻ്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ടു, ഐ ഹേർഡ്. ആരോ എൻ്റെ പേര് വിളിക്കുന്നത്, സംബഡി കോളിംഗ് മൈ നെയിം, അല്ലെങ്കിൽ ഐ ഹേർഡ് സംബഡി കോൾ മൈ നെയിം. ഐ ഹേർഡ് സംബഡി കോൾ മൈ നെയിം, സോ ഐ ലുക്ക്ഡ് അറൗണ്ട്. ഞാൻ നാല് പുറവും നോക്കി, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി. ഐ ഹേർഡ് സംബഡി കോൾ നെയിം, എൻ്റെ പേര് ആരോ വിളിച്ചത് ഞാൻ കേട്ടു. ഐ ഹേർഡ് സംബഡി എന്ന് പറയുമ്പോൾ ആരെയോ ഞാൻ കേട്ടു. എൻ്റെ പേര് വിളിക്കുന്നത്, കോൾ മൈ നെയിം. ഐ ഹേർഡ് സംബഡി ടു കോൾ എന്ന് പറയരുത്, കോൾ. സോ ഐ ലുക്ക്ഡ് അറൗണ്ട്, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അവനൊരു മരത്തിന് താഴെ ഇരുന്ന് ഒരു നോവൽ വായിക്കുന്നത് ഞാൻ കണ്ടു.
ഐ സോ ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫൗണ്ട് ഹിം എന്ന് പറയാം. ഐ ഫൗണ്ട് ഹിം സിറ്റിംഗ് അണ്ടർ എ ട്രീ ആൻഡ് റീഡിങ് എ നോവൽ. ഐ ഫൗണ്ട് ഹിം സിറ്റിംഗ് അണ്ടർ എ ട്രീ ആൻഡ് റീഡിങ് എ നോവൽ, അല്ലെങ്കിൽ റീഡിങ് എ നോവൽ, ഒരു നോവൽ വായിച്ചുകൊണ്ട്. വി ഫൗണ്ട് ഹിം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടു. ഐ ഫൗണ്ട് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു. ഐ ഫൗണ്ട് ഹിം സിറ്റിംഗ് അണ്ടർ എ ട്രീ റീഡിങ് എ നോവൽ. ഫൈൻഡ് എന്ന വെർബിന് ശേഷം നമ്മളോട് ഉപയോഗിച്ചത് ING ഫോം ആണ്. രണ്ട് ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം തന്നെയാണ്. വി ഫൗണ്ട് ഹിം സിറ്റിംഗ് അണ്ടർ എ ട്രീ റീഡിങ് എ നോവൽ, അല്ലെങ്കിൽ ആൻഡ് റീഡിങ് എ നോവൽ. ഒന്നും ചെയ്യാതെ അവൻ അവിടെ തന്നെ നിന്നു. ഹി സ്റ്റുഡ് ദർ ഡൂയിങ് നത്തിങ്. ഹി സ്റ്റുഡ് ദർ ഡൂയിങ് നത്തിങ്. ചില ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷവും നമുക്കിങ്ങനെ ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റാൻഡ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ അതിന് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. ചില വേർബ്സിന് ശേഷം ഒബ്ജക്റ്റ് നിർബന്ധമായി നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ചില വേർബ്സിന് ശേഷം ഒബ്ജക്റ്റ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. ചില വേർബ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ സാധിക്കുകയില്ല. സിറ്റ്, സ്റ്റാൻഡ്, വെയിറ്റ്, സ്ലീപ്പ്, ക്രൈ, ലോഫ്, സ്മൈൽ, ഇതെല്ലാം ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ആണ്. ഇതിനൊന്നും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഒന്നും ചെയ്യാതെ അവൻ അവിടെ നിന്നു. ഇങ്ങനെ പല ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷവും നമുക്ക് ING ഫോം ഉപയോഗിക്കാം. അവരെന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് എന്ന് പറയാനാണ് ഇവിടെ ING ഫോം യൂസ് ചെയ്യുന്നത്. ഹി സ്റ്റുഡ് ദർ ഡൂയിങ് നത്തിങ്. ഒന്നും ചെയ്യാതെ അവൻ അവിടെ നിന്നു. ഹി സ്റ്റുഡ് ദർ ഡൂയിങ് നത്തിങ്. പത്രം വായിച്ചുകൊണ്ട് അച്ഛൻ ബെഞ്ചിലിരുന്നു. അച്ഛൻ ബെഞ്ചിലിരുന്നു. ഡാഡ് സാറ്റ് ഓൺ ദ ബെഞ്ച്. ഡാഡ് സാറ്റ് ഓൺ ദ ബെഞ്ച്. അച്ഛൻ പത്രം വായിക്കുകയായിരുന്നു. ഹി വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഇതും നമുക്കിങ്ങനെ കമ്പൈൻ ചെയ്ത് പറയാം. സിറ്റ്, സാറ്റ്, അതെല്ലാം ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ആണ്. അതിനൊന്നും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ പത്രം വായിച്ചുകൊണ്ട് അച്ഛൻ ഇരുന്നു നമ്മൾ ഇങ്ങനെയാ പറയാം. ഡാഡ് സാറ്റ് ഓൺ ദ ബെഞ്ച് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഡാഡ് സാറ്റ് ഓൺ ദ ബെഞ്ച് റീഡിങ് ദ ന്യൂസ് പേപ്പർ. റീഡിങ് ദ ന്യൂസ് പേപ്പർ എന്നതിന് ഇവിടെ അർത്ഥം പത്രം വായിച്ചുകൊണ്ട് എന്നാണ്. ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷം നമുക്കിങ്ങനെ ING ഫോംസ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്തു എന്നൊരർത്ഥമാണ് അതിന് വരിക. അവൾ അവളുടെ റൂമിലാണ്. ഷീ ഈസ് ഇൻ ഹെർ റൂം. അവൾ ഹോംവർക്ക് ചെയ്യുകയാണ്. ഷീ ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. ഷീ ഈസ് ഇൻ ഹെർ റൂം ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ റൂമിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഇൻ ഹെർ റൂം ഡൂയിങ് ഹെർ ഹോംവർക്ക്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസണിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസ് പാറ്റേൺസ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. നമ്മളിന്ന് മെയിൻലി 3 സെന്റൻസ് പാറ്റേൺസ് ആണ് നോക്കിയത്. വെർബിന് ശേഷം ഒബ്ജക്റ്റും പിന്നെ അതിനുശേഷം ഒരു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ING ഫോം വരുന്ന സെന്റൻസ് പാറ്റേൺസ് ആണ് മെയിൻലി നോക്കിയത്. അതുപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷം ING ഫോംസ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം എന്നുകൂടിയാണ് നോക്കിയത്. ഇംഗ്ലീഷിൽ ഒത്തിരി സെന്റൻസ് പാറ്റേൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സഹായിക്കുന്ന കുറേ പാറ്റേൺസ് ആണിത്. ഈ ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.